മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൊച്ചിയിലെ അറവുശാലയിലേക്ക് പശുക്കിടാങ്ങളുമായി പോവുകയായിരുന്ന വാഹനം കൊച്ചി ഹാർബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 30ഓളം പശുക്കിടാങ്ങളായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. പലതും അവശ നിലയിലുമായിരുന്നു. മൃഗസ്നേഹികളുമായി ബന്ധപ്പെട്ട സംഘടന അറിയിച്ചതോടെയാണ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട്ടു നിന്നാണ് പശുക്കളെ കടത്തിക്കൊണ്ടുവന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ലേബി സജീന്ദ്രൻ പറയും. നമ്മളിപ്പോൾ ഹാർബർ പോലീസ് സ്റ്റേഷനിലാണ്. ഇങ്ങോട്ടാണ് രാവിലെ ഒരു വണ്ടിയിൽ കുത്തി നിറച്ച നിലയിൽ കുറേ പശുക്കിടാവുകളെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ പലതും അവശ നിലയിലായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനെയും പരിപാലിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ആലുവയിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർമാരുമൊക്കെ എത്തി പരിശോധിച്ചു. വേണ്ട മരുന്നുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ SPCA സെക്രട്ടറി ശ്രീ സജീവ്, അദ്ദേഹമാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് തടഞ്ഞു നിർത്തി പോലീസിനെ വിവരം അറിയിച്ച് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് തടഞ്ഞു നിർത്താനുണ്ടായ സാഹചര്യം? ഞാൻ രാവിലെ ഒരു 9:20 വരുന്ന സമയത്ത് കുണ്ടന്നൂർ എന്നുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് തോമ്പടിക്കല്ല ആ റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനൊരു ചെറിയ വണ്ടിയിൽ നിൽക്കണം. ഒരാൾ അതിൻ്റെ പിക്കപ്പ് വാൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അയാൾ പശുക്കുട്ടികളുടെ വാല് പിടിച്ച് ഇങ്ങനെ പൊക്കുന്നുണ്ട് എല്ലാത്തിനും. അതെന്താ കാരണം എന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ അടുത്തുനിന്ന് വണ്ടി നോക്കുമ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ്. വീഴുന്നതുങ്ങളെ പിടിച്ച് ഇയാൾ വാലയെ പിടിച്ച് പൊക്കുവാണ്. പിന്നെ വണ്ടി ഞാൻ വട്ടം ഇട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ വാഗൺ ട്രാജഡി എന്ന് കേട്ടില്ലേ, അതുപോലെ കൗ ട്രാജഡിയാണ്. ഇതിൻ്റെ അടിവശം മുഴുവനും ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കണം. അതിൻ്റെ മുകളിൽ ചവിട്ടി വലുതുങ്ങൾ അങ്ങനെ എത്ര എണ്ണം എണ്ണാൻ പറ്റില്ല, അതുപോലെ തിക്കി നിറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത് പാലക്കാട് അതിർത്തിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് യാതൊരു തരത്തിൽ ഇതിങ്ങനെ കൊണ്ടുവരണമെങ്കിൽ മെഡിക്കൽ വെറ്റ് രജിസ്ട്രേഷൻ പ്രാക്ടീഷണർ ഫിറ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഒരു ഫിറ്റ് സർട്ടിഫിക്കറ്റ് വല്ല ഒന്നുമില്ല. എന്തിനാണ് കൊണ്ടുവന്നേക്കണമെന്ന് വെച്ചപ്പോൾ അവർ പച്ച മലയാളത്തിന് അവർ പറഞ്ഞു ബിരിയാണി കശാപ്പ് ചെയ്യാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അവർ സാധാരണ ഇങ്ങനെ കൊണ്ടുവരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനെ അറിയിച്ചു. പോലീസിൻ്റെ താഴത്ത് പിന്നെ അവർ നമ്മളോട് അഗ്രിസൈഡ് വരുമ്പോൾ നമ്മൾ പോലീസിൻ്റെ താഴത്തോടെ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ മാറ്റിയൊക്കെയാണ്. അതിനുശേഷം ആനിമൽ ഹസ്ബൻഡറി അറിയിച്ചു. ആനിമൽ ഹസ്ബൻഡറി വന്നു. ഇത് ഒരുപാടെണ്ണം ഇതിന് സിക്ക് ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. അങ്ങനെ പനിയും അസുഖം അതിന് വേണ്ട മെഡിസിൻ കൊടുത്തു. ബാക്കിയുള്ളത് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിലും കൊടുത്തു. കുറേ എണ്ണങ്ങൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനി ഇതുങ്ങളെ ഇവിടെ നിന്ന് നേരെ തന്നെ ഗോശാലയിൽ ആലങ്ങാടുള്ള ഗോശാലയിലേക്ക് മാറ്റുവാണ്. ലേബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും അവയെ അറക്കാൻ കൊണ്ടുപോയതാണ്. ഇനിയിപ്പോൾ അവയ്ക്ക് സംരക്ഷണം ഒരുക്കും എന്നാണ് പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.